Hi, dear friends. Members of our group tour to Europe, residing place and other scenery in Germany. Holiday Inn. ഇവിടെയാണ് ഞങ്ങൾ താമസിച്ചത്. എല്ലാ രാജ്യത്ത് ചെല്ലുമ്പോഴും ഒരു ഹോളിഡേ ഇൻ കാണും. അവിടെ തന്നെയാണ് ഞങ്ങളുടെ താമസവും. നമുക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ. ഈ കാണുന്നത് കൊളോൺ കത്തീഡ്രലിൻ്റെ ഭാഗങ്ങളാണ്. അതിൻ്റെ വോൾസ് ഉൾവശത്ത് നിന്ന് എടുത്തത്. ഇത് മാമോദിസ തൊട്ടി പോലെ ഇരിക്കുന്നു, പക്ഷെ അതായിരിക്കില്ല. ജനാലകളുടെ ചില്ലുകളിൽ നല്ല നല്ല ഗ്ലാസ് പെയിന്റിങ്സ് ഉണ്ട്. ഈ ചിത്രങ്ങളുടെ എല്ലാ ആശയങ്ങൾ ബൈബിളുമായി ബന്ധപ്പെട്ട് കിടക്കും. ഇതാണ് അതിന്റെ ഔട്ട്സൈഡ്. ഇപ്പൊ കത്തീഡ്രൽ ഏതെന്ന് വ്യക്തമായി കാണുമല്ലോ. ഈ കാണുന്നതെല്ലാം ചർച്ചിന്റെ ഉൾവശത്ത് നിന്ന് എടുത്ത പിക്സ് ആണ് കേട്ടോ. ഇതൊക്കെ ഓരോ റിട്ടേൺ മാറ്ററും കൂടെയാണ്. നോക്കി മനസ്സിലാക്കാനുള്ള നേരമൊന്നുമില്ല. ഈ വെസൽ പോലെ പണിത് വെച്ചിരിക്കുന്നത് എന്തിനുള്ളതാണെന്ന് മനസ്സിലാകുന്നില്ല. ബാപ്റ്റിസത്തിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഇതിനേക്കാളൊക്കെ വലുതായിരിക്കേണ്ടതാണ്. മുഴുവൻ ഭാഗവും കണ്ടു നോക്കട്ടെ, എന്നാലല്ലേ അറിയൂ. ഗോതിക് പീരീഡിലെ ചർച്ചിന്റെ എല്ലാം കൺസ്ട്രക്ഷൻ ഇതുപോലെയാണ് കേട്ടോ. വെസൽസ് പോലെ പണിത് വെച്ചിരിക്കുന്നത് ഹന്നാൻ വെള്ളം ഒഴിക്കാനുള്ളതായിരിക്കും. നമ്മുടെയൊക്കെ പള്ളികളിൽ ഇതിന്റെ മിനിയേച്ചർ വൺസ് കാണാമല്ലോ. അപ്പോസ്റ്റൽസിന്റെയും ഏഞ്ചൽസിന്റെയും പോപ്പുമാരുടെയും എല്ലാം സ്റ്റാച്യൂസ് വോൾസിൽ കാണും. ഇനി ജീസസ് ക്രൈസ്റ്റിന്റെ ക്രൂസിഫിക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങൾ. മാതാവ് ജീസസ് ക്രൈസ്റ്റിന്റെ മൃതശരീരം കുരിശിൽ നിന്ന് എടുത്ത ശേഷം ആദ്യം മടിയിൽ കിടത്തി പിന്നെ താഴെ വയ്ക്കുന്നു. കുരിശുമരണത്തോടനുബന്ധിച്ചുള്ള ദൃശ്യങ്ങൾ. ഇനി പൂജരാജാക്കന്മാരുടെ റെലിക്സ്. 3 പൂജരാജാക്കന്മാരുടെയും റെലിക്സ് ഇവിടെയുണ്ട്. അവർ വന്ന് കാഴ്ചകളൊക്കെ അർപ്പിച്ച് ഉണ്ണീശോയെ വന്ദിക്കുന്നതാണ് ഈ ചിത്രം. ഇവിടെ അവരുടെ തിരുശേഷിപ്പുകളും ഉണ്ട്. ബ്രേക്ക് ഇല്ലാതെ കണ്ടിന്യൂസ് കാണണേ. ലാസ്റ്റ് നല്ല പിക്സ് വരുന്നുണ്ട്. ആത്മീയ നേതാക്കളുടെയൊക്കെ ടോംസ് ആണ് ഇനിയുള്ളത്. ഈ കിടക്കുന്ന പ്രതിമ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇതൊക്കെ ടോംബാണ്. ഒരു ടോംബും അതിന്റെ താഴ്ഭാഗത്തെ ചിത്രപ്പണികളുമാണിത്. ഇത് പാതുവായിലെ അന്തോനീസ് പുണ്യവാന്റെ രൂപമാണ്, സെയിന്റ് ആന്റണി. റെലിക്സിന്റെ അടുത്തുള്ള ഭാഗം തന്നെയാണ്. ഇതെല്ലാം ബൈബിളുമായി ബന്ധപ്പെട്ട ഓരോരോ രൂപങ്ങളാണ്. ചർച്ചിന്റെ ഉൾവശം കണ്ടിട്ട് ഇറങ്ങി വരുന്ന ഭാഗമാണ്. വളരെ വിശാലമായ പള്ളിമുറ്റം, അവിടെയും ഉണ്ടൊരു കാഴ്ച. ഇവിടെല്ലാം ഒത്തിരി പുഴകളും തോടുകളും ഒക്കെ ഉള്ള നാടാണ്. അതിൻ്റെ മുകളിലുള്ള ഒരു ബ്രിഡ്ജാണിത്. അത് കാണുന്നതൊന്നും ഫ്ലവേഴ്സ് അല്ല, ലവ് ലോക്സ് ആണ്. പെട്ടെന്ന് കാണുമ്പോൾ പൂക്കളാണെന്ന് തോന്നുന്നില്ലേ? പക്ഷെ അങ്ങനെയല്ല. ഇതെല്ലാം പ്രണയപ്പൂട്ടുകളാണ്. തങ്ങളുടെ പ്രണയം പാളിപ്പോകാതെ ഉറച്ചു കിട്ടാൻ വേണ്ടിയുള്ള ആഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയുടെ ഭാഗമാണിത്. നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ. അവനവൻ്റെ ലവിനെ അവനവൻ തന്നെ കഷ്ടപ്പെട്ട് കണ്ടുപിടിക്കണ്ടേ. ഇതൊരു റിസ്ക് പിടിച്ച പരിപാടിയാണല്ലോ. ഇതിലൊരു മലയാളിയുടെ പേരുമുണ്ട്. ഇവിടെങ്ങാണ് സ്ഥിരതാമസമാക്കിയവരായിരിക്കും. ഒരാളെ കണ്ടെടുത്താൽ പോരല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് പോകാനല്ലേ ബുദ്ധിമുട്ട്. വല്ലവരും തട്ടിക്കൊണ്ട് പോകരുതല്ലോ. അതാണ് ഈ ലോക്സ് ഇടുന്നത്.
By the by, please like, share and subscribe. Thank you all. Glimpses of the world.